തൃശൂരിലെ അഞ്ചേരിയിലെ സ്വർണ്ണ കവർച്ച സംഘം പിടിയിലായിരിക്കുന്നു. സ്വർണ്ണാഭരണ നിർമ്മാണ ശാലയിൽ നിന്ന് 37 പവൻ സ്വർണം മോഷ്ടിച്ച് 2 പേർ പിടിയിലായി. പശ്ചിമ ബംഗാൾ സ്വദേശികളായ രവിശങ്കർ ഭട്ടാചാര്യ, അഹമ്മദ് ഡോളായി എന്നിവരാണ് പിടിയിലായത്. MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, ഇവരെ എങ്ങനെയാണ് പിടികൂടിയത്? എവിടെ നിന്നാണ് പിടികൂടിയത്? വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 28-ാം തീയതിയാണ് ഈ കേസിന് ആധാരമായ സംഭവം നടക്കുന്നതും ഈ കേസ് ആരംഭിക്കുന്നതും. ഒല്ലൂർ അഞ്ചേരിയിലുള്ള സ്വർണ്ണപ്പണി സ്ഥാപനത്തിലെ ജോലിക്കാരെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വന്ന് 29-ാം തീയതി പുലർച്ചെ 37 പവൻ സ്വർണവുമായി മുങ്ങിയതാണ് ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 37 പവൻ സ്വർണം ഈ കണ്ടെത്താനായും അതിനോടൊപ്പം തന്നെ മോഷ്ടാക്കളെ കണ്ടെത്താനായും അന്നു മുതൽ അന്വേഷണം നടത്തുകയായിരുന്നു. വെസ്റ്റ് ബംഗാളിലെ ശ്യാംപുരിയിലാണ് കേരളത്തിലെ സ്വർണ്ണ പണിശാലകളെ പറ്റി മനസ്സിലാക്കിയ ശേഷം ഈ പ്രതികൾ എത്തിയത്. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് മോഷണം നടത്തുകയോ വയസ്സായവരുടെ പേരിൽ സിം കാർഡ് എടുത്ത് വിലാസം തെറ്റായി നൽകി ഇത്തരം മോഷണങ്ങൾ നടത്തുകയാണ് ഇവരുടെ ഒരു പതിവ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർന്നു. കർണാടക, ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ തൃശൂർ ഒല്ലൂർ പോലീസ് എത്തുകയും വെസ്റ്റ് ബംഗാളിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ പ്രതികളെ വെസ്റ്റ് ബംഗാളിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. മാസങ്ങളോളം നീണ്ട പ്ലാനിംഗ് നടത്തിയ ശേഷമാണ് മോഷണത്തിന് ഈ പ്രതികൾ മുതിർന്നതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. തൃശ്ശൂരിൽ നിന്നും ബസ്സിലും തുടർന്ന് കാറിലും തമിഴ്നാട്ടിൽ എത്തിയ ശേഷം ട്രെയിൻ മാർഗവുമാണ് പ്രതികൾ വെസ്റ്റ് ബംഗാളിലേക്ക് രക്ഷപ്പെട്ടത്. തൃശ്ശൂരിലെ മറ്റൊരു പ്രമുഖ സ്വർണ്ണപ്പണി സ്ഥാപനത്തിൽ നിന്നും ഇതേ രീതിയിൽ മോഷണം നടത്താൻ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഒല്ലൂർ ACP സുധീരനും അതുപോലെ തന്നെ ഒല്ലൂർ SHO ഫർഷാദും ഉൾപ്പെടുന്ന സംഘം, നേതൃത്വം നൽകുന്ന സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചിരുന്നത്. TP അതുപോലെ തന്നെ ഒല്ലൂരിലെ പ്രിൻസിപ്പൽ SI ജീസ് മാത്യു, SI ജോഷി, ASI അരുൺ ഘോഷ്, ASI മാധവൻ, CPO അബീഷ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വെസ്റ്റ് ബംഗാളിൽ പോയാണ് പ്രതികളെ പിടികൂടിയത്. ശരി ലക്ഷ്മി.